ലാൽ സലാം വിസ്മയുടെ ചിത്രത്തിൻ്റെ തിരക്കാണ് നമ്മളിന്ന് രാത്രി ഉള്ള, അതായത് ശനിയാഴ്ചത്തെ തിരക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ എടുത്തിരിക്കുന്ന ഒരു തിരക്ക്, അതായത് 6 മണിക്ക് വൈകുന്നേരം 6 മണിയുടെ ഷോ ഏകദേശം കഴിഞ്ഞപ്പോഴത്തേക്ക് വിട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴുള്ള ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് തിരക്കാണ് നമുക്കിവിടെ കാണുന്നത്. അടുത്ത ഷോയുടെ തിരക്ക് അടുത്ത വീഡിയോ നമുക്ക് കാണാം. രണ്ടാമതൊരു കാര്യം നമുക്കിവിടെ ഓർമ്മിക്കാം, ഇത് രാജാവിൻ്റെ മകൾ തന്നെയാണ്. എന്തായാലും കൊടൂരമായിട്ടുള്ള തിരക്കാണ്. സിനിമയ്ക്ക് ഗംഭീര അഭിപ്രായമാണുള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ഇന്നലെ സിനിമ ഇറങ്ങിയപ്പോൾ എങ്ങനെയാണോ തിരക്ക്, അതിൻ്റെ മുകളിലേക്കുള്ള തിരക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനിടയിൽ എന്തായാലും എറണാകുളം കവിതയിലെ ഈ ഒരു തിരക്കുള്ളത് കഴിഞ്ഞാൽ അതിഗംഭീരം ഹൗസ്ഫുള്ളാണ്. അതായത് ഇന്ന് 4 ഷോകളാണ് നോർമലി ഉണ്ടാകാറുള്ളത്. അതിൻ്റെ കൂടെ എക്സ്ട്രാ 11:59 അടുത്ത ഷോയും ചാർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ വിദേശ രാജ്യത്തും പുറത്തും മികച്ച തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. മികച്ച സിനിമ എന്നുള്ള പേര് കൊണ്ടല്ല, മറ്റേ ഗംഭീരമായിട്ടുള്ള ഒരു ഐഫോണിൻ്റെ തിരക്ക് നമുക്ക് കാണാം. അതായത് കേരളത്തിലെ ഏറ്റവും വലിയ തിയേറ്ററാണ് എറണാകുളം കവിത. എറണാകുളം കവിതയിൽ ഹൗസ്ഫുൾ അടിക്കണമെങ്കിൽ അത് മോഹൻലാലോ മമ്മൂട്ടിയുടെയോ ഒന്നും സിനിമയല്ല, ഒരു തുടക്കക്കാരിയുടെ ചിത്രം. മോഹൻലാലിൻ്റെ വിസ്മയ മോഹൻലാലിൻ്റെ ചിത്രം നമുക്കറിയാം. എന്തായാലും ഈ ഒരു സിനിമ ഒരു തുടക്കക്കാരിയുടെ അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അങ്ങനെ തന്നെ ജൂഡിൻ്റെ ഈ ഒരു സിനിമ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. വമ്പൻ തിരക്കാണ്. അതായത് നാളെയൊക്കെ അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ ഭീകരമെന്ന് തന്നെ പറയാം. ഇവിടെ അന്യായ രീതിയിലുള്ള തിരക്ക് അടുത്ത ഒരു, അതായത് നൈറ്റ് ഷോയുടെ ഒരു തിരക്കും കൂടെ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും എത്രത്തോളമാണ് എന്നുള്ളത്. എന്തായാലും എല്ലാ ഷോകളും ഹൗസ്ഫുള്ളാണ്. അത് കഴിഞ്ഞിട്ടുള്ള എക്സ്ട്രാ ഷോസ് പിന്നെയും ആടിയത്. എറണാകുളം കവിതയിൽ ഏകദേശം 1000-ന് മുകളിൽ 1400, 1200, 1400ഓളം സീറ്റുകളാണെന്നുള്ളതാണ് പറയുന്നത്. ആ ഒരു സീറ്റിംഗ് കപ്പാസിറ്റിയിൽ ഏകദേശം ഒന്ന് ആലോചിച്ച് നോക്കുക, 5 ഷോകൾ എന്നുള്ളത് അമ്മാതിരി കൂടുതൽ. ഇവിടെ എറണാകുളത്ത് മൾട്ടിപ്പിൾ തിയേറ്ററുകളിൽ ഈ സിനിമ ഓടുന്നുണ്ട്, മൾട്ടിപ്ലക്സുകളിലുണ്ട്. എന്നിരുന്നാലും ഭീകരമായ തിരക്ക് തന്നെയാണ്. 12 മണി, 3 മണി, 6:10, 9:10, അതുകൂടാതെ നൈറ്റ് 11:59 വീണ്ടും ഒരു ഷോ. അങ്ങനെ രാജാവിൻ്റെ മകളുടെ അഴിഞ്ഞാട്ടം നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അത് തേരോട്ടമാണ് നമുക്ക് കാണാനുള്ളത്. എത്ര ദിവസങ്ങൾക്കുള്ളിൽ ഈ ഒരു സിനിമ 50 കോടിയിലേക്ക് എത്തും എന്നുള്ളതാണ് ചോദ്യം. അത് നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് വരാം. എന്തായാലും ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടെ പറയാം. ലാൽ സലാം.